പതിറ്റാണ്ടുകൾ CPM അടക്കിവാണ ബംഗാളിലും അസ്സാമിലുമൊക്കെ CPMനെ കടമുഴക്കിക്കൊണ്ട് BJPയുടെ തേരോട്ടം. ഇനി താമരക്കാലം. അസമിൽ വീണ്ടും BJP സർക്കാർ തന്നെ. BJPക്ക് ഹാട്രിക്ക്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരും. ബംഗാളിലേക്ക് പോകുമ്പോഴോ ബംഗാളിലും CPMന് വലിയ തിരിച്ചടി പോയ തിരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നു അധികാരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അതേ തൃണമൂലിനെ അട്ടിമറിച്ചുകൊണ്ട് BJP ബംഗാളിന്റെ ഭരണം പിടിക്കുമെന്ന എക്സിറ്റ് പോളുകൾ. അവിടം കൊണ്ട് തീർന്നില്ല. MK സ്റ്റാലിനും DMKയും നേതൃത്വം നൽകുന്ന സർക്കാരിനെ വീഴ്ത്തിക്കൊണ്ട് പുതിയ BJP NDA സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള ചില എക്സിറ്റ് പോളുകൾ. എങ്ങനെ നോക്കിയാലും BJPക്ക് നേട്ടങ്ങളുടെ കാലം. കേരളത്തിലും താമര വിരിയുമെന്ന് തന്നെയാണ് എക്സിറ്റ് പോളുകൾ. അങ്ങനെ നോക്കുമ്പോൾ കേരളം, തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ 4 സംസ്ഥാനങ്ങളിലും BJPക്ക് മിന്നുന്ന ജയം. മാത്രമല്ല പുതുച്ചേരിയിലും NDA സഖ്യം തന്നെ അധികാരത്തിൽ വരും. അങ്ങനെയെങ്കിൽ ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPക്ക് വലിയ മേൽക്കൈ എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നിരന്തരം കൊമ്പുകോർക്കുന്ന 3 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ. കേരളത്തിൽ പിണറായി വിജയൻ, തമിഴ്നാട് MK സ്റ്റാലിൻ, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി. 3 മുഖ്യമന്ത്രിമാർക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പശ്ചിമ ബംഗാളിൽ BJP സർക്കാർ തന്നെ വരുമെന്ന് എക്സിറ്റ് പോളുകൾ. തമിഴ്നാട്ടിൽ MK സ്റ്റാലിന് വെല്ലുവിളിയായി BJP വളർന്നു വരുന്നു. കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ താഴെ ഇറങ്ങുന്നു, BJP അക്കൗണ്ട് തുറക്കുന്നു എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലസൂചനകൾ. സ്റ്റാലിൻ വീണ്ടും സ്റ്റാറാകും. തമിഴ്നാട്ടിൽ ഭരണ തുടർച്ചയെന്ന സർവേ ഫലങ്ങൾ. വിജയുടെ TVKയ്ക്ക് 26 വരെ സീറ്റുകൾ എന്ന പ്രവചനം. അസമിൽ ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ. NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്ന് പ്രവചനം. ബംഗാളിൽ DDA അട്ടിമറിക്കുമോ BJP? എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ബംഗാളിൽ താമരക്കാലം. ഭരണം BJP പിടിക്കുമെന്ന പ്രവചനം. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിന് അധികാര തുടർച്ച ഉണ്ടാകുമെന്നാണ് പുറത്തുവന്ന 7 എക്സിറ്റ് പോളുകൾ പറയുന്നത്. പീപ്പിൾസ് പൾസ്, PMark എന്നീ സർവേകൾ അനുസരിച്ച് 125 മുതൽ 145 വരെ സീറ്റുകൾ നേടി DMK സഖ്യം വിജയിക്കും. NDAക്ക് 65 മുതൽ 80 സീറ്റുകളാണ് പീപ്പിൾസ് പൾസും PMarkും പ്രവചിക്കുന്നത്. അതേസമയം വിജയുടെ TVK 18 മുതൽ 24 സീറ്റുകൾ നേടുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനം. PMarkന്റെ സർവേ അനുസരിച്ച് 26 വരെ സീറ്റുകളിൽ വിജയുടെ TVK വിജയിക്കും. അതേസമയം ടൈംസ് നൗ, CNN ഫലങ്ങൾ പറയുന്നത് NDA അധികാരത്തിൽ എത്തുമെന്നാണ്. മാട്രിക്സിന്റെ എക്സിറ്റ് പോൾ പ്രകാരം 122 മുതൽ 132 സീറ്റുകൾ DMK സഖ്യത്തിന് ലഭിക്കും. NDAക്ക് 87-100 സീറ്റുകളാണ് മാട്രിക്സ് പ്രവചിക്കുന്നത്. 10 മുതൽ 12 സീറ്റുകളാണ് TVKയ്ക്ക് പ്രവചിക്കുന്നത്. വിജയ് മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ 1 സീറ്റിൽ വിജയിക്കുമെന്നാണ് പ്രവചനം. പെരമ്പൂരിൽ വിജയ് ജയിക്കുമെന്നാണ് സർവേ ഫലങ്ങൾ. അതേസമയം ടൈംസ് നൗ സർവേ അനുസരിച്ച് 128-147 സീറ്റുകൾ നേടി NDA സഖ്യം അധികാരത്തിൽ വരും. CNNന്റെ സർവേ പ്രകാരം 114-174 സീറ്റുകൾ നേടി NDA അധികാരത്തിൽ വരും. ഏപ്രിൽ 23-ന് 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തമിഴ്നാട്ടിൽ വോട്ടെടുപ്പ് നടന്നത്. കേവല ഭൂരിപക്ഷം കടക്കാൻ 118 സീറ്റുകളിൽ ജയിക്കണം. അസമിൽ വീണ്ടും BJP സർക്കാരും. അസം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ സംസ്ഥാനത്ത് BJP നേതൃത്വം നൽകുന്ന NDA സഖ്യം വൻ വിജയത്തോടെ അധികാരം നിലനിർത്തുമെന്ന പ്രവചനം. ആകെ 126 സീറ്റുകളുള്ള അസം നിയമസഭയിൽ കേവല ഭൂരിപക്ഷത്തിന് 64 സീറ്റുകളാണ് വേണ്ടത്. പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസികളെല്ലാം തന്നെ NDA സഖ്യം കേവല ഭൂരിപക്ഷം കടക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. വിവിധ ഏജൻസികളുടെ കണക്ക് പരിശോധിച്ചാൽ NDAയുടെ ആധിപത്യം പ്രകടമാണ്. JVC എക്സിറ്റ് പോൾ NDAക്ക് 88 മുതൽ 101 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ ആക്സിസ് മൈ ഇന്ത്യ 88 മുതൽ 100 സീറ്റുകൾ വരെ ഭരണകക്ഷിക്ക് ലഭിക്കുമെന്ന് കണക്കാക്കുന്നു. ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ പ്രവചിച്ച പീപ്പിൾസ് പൾസ് പോലും NDAക്ക് 62 മുതൽ 72 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇത് കേവല ഭൂരിപക്ഷത്തിന് മുകളിലാണ്. മറുഭാഗത്ത് കോൺഗ്രസ് സഖ്യത്തിന് പരമാവധി 40 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് പ്രവചിക്കുന്നത്. മാട്രിക്സ് പോലുള്ള ഏജൻസികൾ മറ്റുള്ളവർക്ക് 6 മുതൽ 12 സീറ്റുകൾ വരെ പ്രവചിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ NDAയുടെ മുന്നേറ്റത്തെ ബാധിക്കുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ. ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തോടുള്ള ജനവിശ്വാസമാണ് ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമായാൽ അസമിൽ NDA സഖ്യം കരുത്തുറ്റ ഭരണ തുടർച്ചയിലേക്ക് നീങ്ങും. ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനെ അട്ടിമറിച്ച് BJP നയിക്കുന്ന NDA അധികാരം പിടിച്ചെടുക്കുമെന്ന വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം രാഷ്ട്രീയ കോളിളക്കങ്ങൾക്കും കോടതി നടപടികൾക്കും വേദിയായ പശ്ചിമ ബംഗാൾ മമതാ ബാനർജിയുടെ തുടർച്ചയായ ഭരണം അവസാനിപ്പിച്ച് NDA സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് സൂചനകൾ. മാധ്യമ ചർച്ചകളിലും ദേശീയ രാഷ്ട്രീയത്തിലും വലിയ ശ്രദ്ധ നേടിയ സംസ്ഥാനത്ത് പ്രമുഖ ഏജൻസികളായ PMark, മാട്രിക്സ്, പോൾ ഡയറി എന്നിവരുടെ എക്സിറ്റ് പോളുകൾ ഭരണമാറ്റമാണ് പ്രവചിക്കുന്നത്. ഇതിൽ PMark പുറത്തുവിട്ട പ്രവചന കണക്കുകൾ അനുസരിച്ച് 294 അംഗ നിയമസഭയിൽ BJPക്ക് 150 മുതൽ 175 വരെ സീറ്റുകൾ ലഭിച്ചേക്കും.
കേവല ഭൂരിപക്ഷത്തിന് 148 സീറ്റുകൾ വേണ്ട സംസ്ഥാനത്താണ് BJPക്ക് ഇത്രയും വലിയ വിജയം ഈ സർവേ പ്രവചിക്കുന്നത്. അതേസമയം ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ 118 മുതൽ 138 വരെ സീറ്റുകൾ മാത്രമേ ലഭിക്കാനിടയുള്ളൂ എന്നും സർവേ സൂചിപ്പിക്കുന്നു. മാട്രിക്സ് പ്രവചന കണക്കുകൾ പ്രകാരം BJPക്ക് 146 മുതൽ 161 വരെ സീറ്റുകളും TMCക്ക് 125 മുതൽ 140 വരെ സീറ്റുകളും ലഭിച്ചേക്കും. 6 മുതൽ 10 വരെ സീറ്റുകൾ മറ്റു പാർട്ടികൾക്കും ലഭിക്കുമെന്നാണ് പ്രവചനം. പോൾ ഡയറി 142 മുതൽ 171 വരെ സീറ്റുകൾ BJPക്ക് പ്രവചിക്കുമ്പോൾ 99 മുതൽ 127 വരെ സീറ്റുകൾ TMCക്ക് പ്രവചിക്കുന്നു. ഒരു സീറ്റാണ് മറ്റുള്ളവർക്ക് പ്രവചിക്കുന്നത്.